ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം ട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. പലർക്കും ഇപ്പോഴും അറിയാത്ത ഒരു കാര്യമാണ് എന്താണ് നമ്മുടെ ഓൺ സ്കിൻ ടൈപ്പ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് പറയണത് നിങ്ങൾക്ക് ഈ വീഡിയോ കഴിയുമ്പോഴേക്കും മനസ്സിലാവും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കാം കേട്ടോ. നമ്മൾ ഈ പ്രൊഡക്റ്റൊക്കെ തിരഞ്ഞെടുക്കുമ്പം കോമൺ ആയിട്ട് വരുന്ന ഇഷ്യൂസാണ് നമ്മുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ അല്ലാത്ത പ്രൊഡക്ട്സ് തിരഞ്ഞെടുക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. അപ്പം ഈ വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം വീഡിയോ മിസ്സാക്കാണ്ട് കാണാം. അപ്പം ചിലവർക്ക് തോന്നും എന്തിനാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് ഒക്കെ അറിഞ്ഞിരിക്കണേന്ന്, അല്ലേ? അപ്പോൾ സ്കിൻ ടൈപ്പ് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഓയിലി സ്കിന്നുകാരാണെന്ന് വിചാരിക്കുക. ഈ ഓയിലി സ്കിന്നുകാർക്ക് ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്യണ പോലുള്ള ഹെവി ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പം കൂടുതലായിട്ട് പിമ്പിൾസ് വരാനായിട്ട് സാധ്യതയുണ്ട്. സെയിം സിറ്റുവേഷൻ ആണ് ഡ്രൈ സ്കിന്നിനും. ഈ ഡ്രൈ സ്കിന്നുകാർ വേറെ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇവരുടെ സ്കിന്ന് കൂടുതലായിട്ട് ഡ്രൈ ആവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണെന്ന് പറയണത്. സ്കിൻ ടൈപ്പ് തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെയർ സ്കിൻ ടെസ്റ്റ് ആണ്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫേസ് ഒരു ജെന്റിലായിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അങ്ങനെ വെക്കുക. ഒരു മോയ്സ്ചറൈസറോ ഒരു സൺസ്ക്രീനോ ഒന്നും തേക്കേണ്ട ആവശ്യമില്ല. വെറുതെ ഫ്രീ ആയിട്ട് വിടുക. ഒരു 1-2 മണിക്കൂറിന് ശേഷം നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ഫേസ് ഒന്ന് നോക്കിയാൽ കാണാം നിങ്ങളുടെ എന്ത് സ്കിന്നാണ്. ഓക്കെ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ സ്കിന്നിൽ വേറെ ഒന്നും യൂസ് ചെയ്യാണ്ടാണ്. ഈ വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഏത് സ്കിന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേറെ ഒന്നും മുഖത്ത് യൂസ് ചെയ്യാണ്ടാണ് വന്നത്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ സ്കിന്നൊന്ന് എടുത്ത് നോക്കാം കേട്ടോ. എൻ്റെ സ്കിൻ എടുത്ത് നോക്കുമ്പോൾ നോക്കിയേ, എൻ്റെ മുഖത്ത് അവിടെ ഇവിടെയും ഭയങ്കര ഷൈനിങ് തോന്നണില്ലേ? കണ്ടോ? ഈ നെറ്റിമൊക്കെ നോക്കിയേ, കണ്ടോ? നന്നായിട്ട് ഷൈനിങ് തോന്നണില്ലേ? അതിനർത്ഥം നിങ്ങളുടെ ഓയിലി സ്കിന്നാണെന്നാണ്. അപ്പം ഒരു 2 മണിക്കൂറിന് ശേഷം ഫേസ് നിങ്ങൾക്ക് ഇങ്ങനെ ഷൈൻ ചെയ്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തൊട്ട് നോക്കുമ്പോൾ ഓയിലി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ സ്കിന്ന് ഓയിലി സ്കിന്നാണെന്നാണ് കേട്ടോ. ഓക്കെ, ഈ ഓയിൽ സ്കിന്നിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ബ്ലാക്ക് ഹെഡ്സ് അല്ലെങ്കിൽ ആക്നെ അങ്ങനത്തെ കാര്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അടുത്ത ടൈപ്പ് വന്നിട്ട് ഈ 2 മണിക്കൂർ കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ടല്ലോ, ചിലരുടെ ഉണ്ടല്ലോ മുഖം ഇങ്ങനെ വലിഞ്ഞു പിടിക്കണം മാതിരി തോന്നി. ചെറിയ ഫ്ലേക്സ് അല്ലെങ്കിൽ റഫ്നെസ് ഉള്ളത് പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങളുടെ ഡ്രൈ സ്കിന്നാണ്. ഓക്കെ, ഈ ഡ്രൈ സ്കിന്നിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ഹൈഡ്രേഷനും മോയ്സ്ചറൈസിങ്ങും കൂടുതൽ ആവശ്യമാണ്. അടുത്ത സ്കിൻ ടൈപ്പ് വന്നിട്ട് നമ്മുടെ നെറ്റിമയും മൂക്കുമ്മയൊക്കെ ചെറുതായിട്ട് എണ്ണ വേണ്ട. എന്നാൽ ഈ സൈഡ് മൊത്തം, ഈ കവളിൻ്റെ സൈഡ് മൊത്തം ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോമ്പിനേഷൻ സ്കിന്നാണ്. കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള സ്കിൻ ടൈപ്പാണ്. അടുത്ത ടൈപ്പ് വന്നിട്ട് നിങ്ങൾക്ക് അധികം എണ്ണമയവും ഇല്ല, അധികം ഡ്രൈനെസ്സും ഇല്ല, വലിയ ബ്രേക്ക് ഔട്ട്സോ അല്ലെങ്കിൽ ഡ്രൈനെസ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നോർമൽ സ്കിന്നാണ് കേട്ടോ. നോർമൽ സ്കിന്നിന് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത സ്കിന്നുകളാണ്. ഇനി രണ്ടാമത്തെ ടെസ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്ലോട്ടിംഗ് പേപ്പർ ടെസ്റ്റാണ്. ബ്ലോട്ടിംഗ് പേപ്പർ ടെസ്റ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ബ്ലോട്ടിംഗ് പേപ്പർ എടുത്തിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഓയിലി അധികം, അതായത് ആ പേപ്പർ കുറച്ച് കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്യുമ്പം ഓയിൽ അധികമായിട്ട് തോന്നുകയാണെങ്കിൽ, എല്ലായിടത്തും അധികമായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഓയിലി സ്കിന്നാണ്. സോണിൽ മാത്രമാണ് ഓയിൽ കാണുന്നതെന്ന് ഇരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോമ്പിനേഷൻ സ്കിന്നാണ്. വളരെ കുറച്ച് മാത്രമാണ് ഓയിൽ ജസ്റ്റ് നോർമലായിട്ട് ചെറുതായിട്ട് ഓയിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നോർമൽ സ്കിന്നാണ്. അതല്ല ഒന്നുമില്ല, ഓയിലേ ഇല്ല, ആ പേപ്പറിൽ ഒരു ഓയിലിൻ്റെ കണ്ടൻറ്റും ഒന്നുമില്ല, അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഇതാണ് ബ്ലോട്ടിംഗ് പേപ്പർ ടെസ്റ്റ് കേട്ടോ. ഈ ബെയർ ഫേസ് ടെസ്റ്റിന് നേരില്ലാത്തവർക്ക് എന്ത് ചെയ്യാം? ഈ ബ്ലോട്ടിംഗ് പേപ്പർ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള 2 തരം ടെസ്റ്റുകൾ കേട്ടോ. അപ്പം ഇതുവരെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് ചെക്ക് ചെയ്യാത്തവർ ഈ 2 ടെസ്റ്റിൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ. വേറൊരു ഇമ്പോർട്ടൻറ്റ് കേസ് എന്താണെന്ന് വെച്ചാൽ ഈ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഏജിനനുസരിച്ചിട്ടൊക്കെ വ്യത്യാസം വരാം. അപ്പോൾ ഒരു പ്രാവശ്യം നോക്കിയിട്ട് ഇത് തന്നെയാണ് എൻ്റെ സ്കിൻ ടൈപ്പ് കണ്ടിന്യൂസ് ആയിട്ട് ആയിരിക്കുന്ന ആരും വിചാരിക്കരുത്. കുറച്ച് നാൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു സീസൺ മാറുമ്പോഴൊക്കെ നമുക്ക് സ്കിൻ ടൈപ്പ് ചെക്ക് ചെയ്തിട്ട് അതിന് വേണ്ട പ്രൊഡക്ട്സ് നമുക്ക് മാറ്റി യൂസ് ചെയ്യാം കേട്ടോ. അല്ലാണ്ട് ജീവിതകാലം മുഴുവൻ സ്ഥിരമായിട്ട് ഒരു ടൈപ്പ് പ്രൊഡക്റ്റ്, ഒരു സ്കിൻ ടൈപ്പ് പ്രൊഡക്ട്സ് തന്നെ യൂസ് ചെയ്യണമെന്ന് ഇല്ല.
അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടവരൊക്കെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിച്ചെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. ഇനി ഇതുപോലുള്ള ബ്യൂട്ടി ടിപ്സ് അല്ലെങ്കിൽ സ്കിൻ കെയർ ടിപ്സിനായിട്ട് നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ അയച്ചു കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.